കടലിലും കരയിലും തിരച്ചിൽ നടത്തുവാൻ ഫിഷറീസ് വകുപ്പിന്റെ ഡ്രോൺ സാങ്കേതിക സംവിധാനം വരുന്നു. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം മന്ത്രി അബ്ദുൽ ഗഫൂർ എത്തി നേരിട്ട് നിരീക്ഷിച്ചു. കടലിലെ തിരച്ചിൽ നടത്തുവാനുൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പ്രദർശനം. ഡ്രോണിന്റെ സാധ്യതകൾ പഠിച്ച ശേഷം വിജയകരമെന്ന് കണ്ടാൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കടൽ ജലത്തിനടിയിൽ ചലിക്കാൻ കഴിയുന്ന ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഡ്രോൺ, കരയിൽ പരിശോധനയ്ക്കുള്ള എയർ ഡ്രോൺ എന്നിവ വിഴിഞ്ഞത്ത് ഇന്നലെ മന്ത്രി പരിശോധിച്ചു. 500 മീറ്റർ വരെ ആഴത്തിലും 200 മീറ്റർ ചുറ്റളവിലും തിരച്ചിൽ നടത്തുവാനും 138 കിലോഗ്രാം ഭാരം വരെ യന്ത്രം ഉപയോഗിച്ച് ഉയർത്തുവാനും ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ രാജ്യത്ത് തന്നെ അവതരിപ്പിച്ചതിൽ ഏറ്റവും പുതിയതാണെന്നും അധികൃതർ പറഞ്ഞു. തുടർച്ചയായി 8 മണിക്കൂർ കടലിനടിയിൽ പരിശോധനകൾ നടത്താനാകുന്നതാണ് ഈ ഡ്രോൺ. കടലിനടിയിൽ തടസ്സമുണ്ടായാൽ മാറിപ്പോകുന്നതിനും ഇതിന് കഴിയും. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം. 5 കിലോമീറ്റർ വരെ അകലെ കരയിൽ നിന്നും നിയന്ത്രിക്കുവാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കടൽ രക്ഷാപ്രവർത്തനത്തിന് വിഴിഞ്ഞത്ത് ആധുനിക ബോട്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് പിന്നെ നമ്മുടെ നോർമൽ രീതിയിലുള്ള റെസ്ക്യൂ ബോട്ടുകൾ പോയിട്ട് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഏരിയൽ സെർച്ച് നടത്താൻ പറ്റും. അതേപോലെ തന്നെ അതെ, മോഡേൺ ടെക്നോളജി ഉപയോഗിക്കും. ഡ്രോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 കിലോമീറ്റർ വരെ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ അതിന് കൂടുതലുള്ളതുണ്ടാവും. നമ്മളിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 5 കിലോമീറ്റർ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ പിന്നീട് തീരുമാനിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഡെമോ കാണാൻ വേണ്ടി നിലവിലെ രക്ഷാബോട്ടിനുള്ള പരിമിതികൾ കണക്കിലെടുത്താണ് പുതിയ ബോട്ട് സംവിധാനം ലഭ്യമാക്കുവാനുള്ള ശ്രമം എന്നും വിഴിഞ്ഞത്തെത്തിയ മന്ത്രി പറഞ്ഞു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുമെന്നും ദിവസങ്ങളായി നടന്നുവരുന്ന തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു.